നമസ്കാരം. അരവിന്ദ് സ്വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ചാക്യാർ കൂത്തിന് പ്രവാസ ലോകത്ത് കൃത്യമായ വിലാസമുണ്ടാക്കി കൊടുക്കുന്ന ഒരു മലയാളിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. കണ്ണൂർ സ്വദേശി സനീഷ് ചാക്യാർ ഇക്കഴിഞ്ഞ 2 പതിറ്റാണ്ടിലധികമായി UAE-യിൽ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കാത്ത വേദികളില്ല. ആനുകാലിക വിഷയങ്ങളെ അടക്കം ചാക്യാർ കൂത്തിൻ്റെ രീതിയിൽ വ്യത്യസ്തമായി അവതരിപ്പിക്കുകയാണ് ഈ പ്രവാസി മലയാളി. ഗൾഫ് നാടുകളിൽ ചാക്യാർ കൂത്തിന് ഒരു വിലാസമുണ്ടാക്കാനായി അഹോരാത്രം പ്രയത്നിക്കുന്ന കണ്ണൂരുകാരനാണിത്. തൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ കലയുടെ വലിയ സാധ്യത ഗുണപരമായി ഉപയോഗിക്കുന്ന വ്യത്യസ്തൻ. ചാക്യാർ കൂത്തിനെ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി പ്രവാസി ലോകത്ത് സജീവമാക്കുകയാണ് UAE-യിലെ പ്രവാസി മലയാളികളുടെ സ്വന്തം സനീഷ് ചാക്യാർ. ചെറുപ്പത്തിൽ മിമിക്രിയിലൂടെ കലാലോകത്തെ കാലെടുത്തു വെച്ച സനീഷിനുള്ളിലെ കഴിവ് അന്നേ ചുറ്റുമുള്ളവർക്ക് മനസ്സിലായിരുന്നു. കൂടെ മിമിക്രി ചെയ്തുകൊണ്ടിരുന്ന കലാകാരന്മാർ തന്നെയാണ് ചാക്യാർ കൂത്തെന്ന കലാരൂപം പഠിക്കണമെന്ന് പറഞ്ഞ് സനീഷിനെ പ്രോത്സാഹിപ്പിച്ചത്. സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ രവീന്ദ്രൻ കാഞ്ഞിരത്തറ എന്ന് പറഞ്ഞൊരാളുണ്ട്. പുള്ളിക്കാരൻ മിമിക്രി ആർട്ടിസ്റ്റാണ്, ഇപ്പോൾ അവശ കലാകാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഒരു ചാക്യാരുണ്ട്, പുള്ളിയും കുറച്ച് പ്രായമൊക്കെ ആയ ആളാണ്. പുള്ളിയടുത്ത് പോയിട്ട് നീ ഇങ്ങനെ സംസാരിക്കുന്ന സാധനം വെച്ചിട്ട് അയാളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഏകദേശം 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പം ഇതൊന്നും പഠിപ്പിക്കാനുള്ളൊരു മാനസികാവസ്ഥ അവിടെ ആയിരിക്കില്ല, അങ്ങനെ പഠിപ്പിക്കുകയൊന്നുമില്ല. ഇതും അങ്ങനെ ഒരു എഡ്യൂക്കേഷനലി അങ്ങനെ ഒരു ഇതൊന്നും അല്ല. ഇപ്പോൾ ഈ ചാക്യാർ പഠിക്കാൻ വേണ്ടിയിട്ടൊരു യൂണിവേഴ്സിറ്റി ഒന്നും അന്ന് നമ്മളെ നാട്ടിൽ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാൻ ചെറക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ദാമോദര ചാക്യാർ എന്നിട്ട് ഒരാളുണ്ട്. പ്രായമായി പുള്ളി ചാക്യാറൊന്നും കളിക്കുന്നില്ല. പുള്ളിയുടെ അടുത്ത് പോയിട്ടാണ് ഞാൻ ഇങ്ങനെ കുറേശ്ശെ ചാക്യാറൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. 1 മാസം 2 മാസം 3 മാസമൊക്കെ പുള്ളി എന്നെ തഴഞ്ഞു. പുള്ളി അങ്ങനെ ഒന്നും പറഞ്ഞിരുന്നൊന്നുമില്ല. പുള്ളിനെ എപ്പോഴും പോയി കാണും. അപ്പോൾ ഏകദേശം പോക്കുവരവൊക്കെ നല്ല ചിലവാണ്. പിന്നെ സൈക്കിളിലാക്കി പരിപാടി. പോക്കുവരവ് ഈ ഇരുണാവ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ചെറക്കൽ വരെ സൈക്കിളിൽ അന്നൊക്കെ അങ്ങനെ ആൾക്കാർ പോകുമായിരുന്നു. അന്നൊക്കെ എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര പ്രായമൊന്നുമില്ല, എന്നാലും. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും സൈക്കിളിലൊക്കെ പോയി. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഞാനിത് എന്തായാലും പഠിക്കും എന്ന് തോന്നി. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് നടക്കാൻ തന്നെയായിരുന്നു സനീഷിന്റെ തീരുമാനവും. അങ്ങനെ മിമിക്രിയും കലാപ്രകടനങ്ങളുമായി കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും സജീവമായിരുന്നു അന്ന്. ഇതെല്ലാം ഉണ്ടെങ്കിലും സിനിമയിലെത്തുക എന്നതായിരുന്നു സനീഷിന്റെ പ്രധാന ലക്ഷ്യം. അങ്ങനെയിരിക്കെ തന്മാത്ര എന്ന ഒരു സിനിമയിലേക്ക് ഗൾഫിൽ നിന്ന് ആളുകളെ എടുക്കുന്നുണ്ടെന്ന് ആരോ പറഞ്ഞ് സനീഷ് കേൾക്കാനിടയായി. വേറൊന്നും നോക്കിയില്ല. ഗൾഫിൽ അന്ന് ജോലി ചെയ്തിരുന്ന സഹോദരനെ പാട്ടിലാക്കി വിസ സംഘടിപ്പിച്ച് UAE-യിലെത്തി. ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടറിഞ്ഞതൊന്നും ശരിയായിരുന്നില്ല എന്ന് മനസ്സിലായത്. പക്ഷേ തിരിച്ചു പോകാൻ മനസ്സു വന്നില്ല. സിനിമാ മോഹം വിട്ടുവെങ്കിലും ജീവിതം അതിലും വലിയ വാതിലായിരുന്നു തുറന്നിട്ടത്. ഇടയിലാണ് ഗൾഫിലേക്ക് ഏട്ടൻ വന്നു. അപ്പോൾ ഏട്ടൻ്റെ പിന്നാലെയെങ്കിലും ഗൾഫിലേക്ക് വരാം. അപ്പോൾ ഒരുപാട് TVകളൊന്നും അന്ന് ഇത്രയും ടെലിവിഷൻ ഇല്ല, 1-2 ചാനലുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും സിനിമയിലെത്തുക, അതാണ് ലക്ഷ്യം. അപ്പോൾ നേരെ ഗൾഫിലേക്ക് വരുന്നു. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ തന്മാത്രക്ക് ആളെടുക്കുന്നത് ഞാനെത്തുന്നതിന് മുമ്പേ തന്മാത്ര റിലീസായി. അപ്പോഴേക്കാണ് ഗൾഫിലെത്തുന്നത്. ഗൾഫിലെത്തി പിന്നെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഇവിടെ ചാക്യാർ എന്ന് പറയുന്ന സംഭവം അന്നേരത്തെ ഇങ്ങനെ ഈ അനിയപ്പൻ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിലോ ഇവിടെ അധികം ആൾക്കാരില്ല ഈ ഒരു മേഖലയിൽ. ബംഗാളികൾ ഒരിക്കലും വരൂല്ലല്ലോ, കാരണം ഇത് വർത്താനം പറഞ്ഞ് ചെയ്യേണ്ട ഒരു സാധനമായിട്ട് വരില്ല. അപ്പം അങ്ങനെ വരില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ചാക്യാറിൽ തന്നെ സ്ഥിരമായിട്ടൊക്കെ പിടിച്ചു. മിമിക്രി കൊണ്ട് നടക്കുന്നുണ്ട്. പക്ഷെ മിമിക്രി ഞാൻ അത്ര പോരാന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഞാൻ ചെയ്തിട്ട് എനിക്ക് തന്നെ കേൾക്കുമ്പോൾ അയ്യേ എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് സൈഡാക്കി. അതേപോലെ തന്നെ TV അവതാരകനായിട്ട് ഇങ്ങനെ ഗെയിം ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു 2000 മുതൽ 2025 ഏപ്രിൽ വരെ ഞാൻ TV അവതാരകനായിട്ട് തന്നെ ഉണ്ടായിരുന്നു സ്ഥിരമായിട്ട്. ഇപ്പോഴാണ് TV അവതാരകൻ അല്ലാണ്ട് നിൽക്കുന്നത്. അപ്പം ചാക്യാർ എന്നുള്ള പേര് അങ്ങനെ ഗൾഫിൽ വന്ന് ഷോസ് ചെയ്തു തുടങ്ങിയപ്പോൾ ചാക്യാർ എന്നുള്ള പേര് വന്നു.
പിന്നെ ഞാൻ എൻ്റെ പേരിൻ്റെ കൂടെ സനീഷ് ചാക്യാർ എന്നുള്ള ആ പേരിട്ടു. TV അവതാരകനായും സ്റ്റേജ് ഷോകളിൽ അരങ്ങിലെത്തിയും കലാമേഖലയിൽ തന്നെ സജീവമായി. പണ്ട് പഠിച്ച ചാക്യാർ കൂത്തിനെ ഗൾഫിലെത്തിച്ചാൽ എന്ത് എന്ന ചിന്ത അങ്ങനെയാണ് വന്നത്. അന്നു മുതൽ ഇന്നുവരെ UAE മാത്രമല്ല മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെയും നിരവധി വേദികളിൽ ചാക്യാർ മിന്നിത്തിളങ്ങാൻ തുടങ്ങി. പുരാണ കഥകളെ ആസ്പദമാക്കി അവതരിപ്പിച്ചാൽ അധികം ആളുകൾക്ക് മനസ്സിലാകില്ല എന്നുള്ളതിനാൽ സനീഷ് എല്ലാവർക്കും രസിക്കാനായി തൻ്റെതായ ശൈലി കൊണ്ടുവരാൻ തുടങ്ങി. പ്രവാസികൾ നിറഞ്ഞ കയ്യടികളോടെ അത് ഏറ്റെടുത്തു. ചാക്യാർ കൂത്തിനെ കൂടുതൽ ജനങ്ങൾ അറിയേണ്ടതുണ്ടെന്നും അതിനായാണ് താൻ ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വെക്കുന്നു സനീഷ്. ഇവിടെ വന്നപ്പോൾ നമ്മൾ ഈ പുരാതനമായിട്ടുള്ള കഥകൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം ഇവിടുത്തെ ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്സ്ഡ് ഓഡിയൻസാണ്. ഇപ്പോൾ മുസ്ലിംസ് ഉണ്ടാവും, ക്രിസ്ത്യൻസ് ഉണ്ടാവും, ഹിന്ദുക്കൾ തന്നെ. ഇപ്പോൾ എൻ്റെ മോനോട് തന്നെ നമ്മളിപ്പോൾ കംസൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ അച്ഛാന്ന് ചോദിക്കും. കാരണം അവർക്കൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഇവിടെ പഠിച്ചു വളർന്ന കുട്ടികൾക്കൊന്നും പുരാണം പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇപ്പോൾ നമ്മളിപ്പോൾ ഷെയ്ഖ് സായിദ് റോഡ് അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടേതായിട്ടുള്ള ഇവിടെ നമ്മൾ ദിവസവും കാണുന്ന ചില സംഭവങ്ങളും അങ്ങനെയൊക്കെ ആക്കി മാറ്റി ഞാൻ എൻ്റെതായ രീതിയിൽ ചാക്യാറിനെ ഞാനായിട്ട് കൊണ്ടുവന്നു. കാരണം ഞാൻ പെരുന്നാളിന് വരെ ചാക്യാർ കളിക്കാൻ തുടങ്ങി. കാരണം ആൾക്കാർ വിചാരിച്ചിരുന്നത് ഈ ചാക്യാർ എന്ന് പറയുന്ന ഓണത്തിന് മാത്രമാണ്. അല്ല, അങ്ങനെയല്ല. ഞാൻ ഈ കഴിഞ്ഞ പെരുന്നാളിന് എനിക്ക് 3 പരിപാടി ഉണ്ടായിരുന്നു ചാക്യാർ. ഞാൻ ഈ അബുദാബി ഇസ്ലാഹി സെൻറ്ററിൽ ചാക്യാർ ചെയ്ത് കണ്ണൂർ ഷെരീഫ് ഖാൻ്റെ ആ ടീമിൻ്റെ കൂടെ ചാക്യാർ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ കഴിഞ്ഞ യുവജനോത്സവത്തിൽ നമ്മുടെ ഈ ചാക്യാർ കൂത്ത് നടന്ന സമയത്ത് ആ സ്റ്റേജിൽ പരിപാടി കാണാനാകെ 6 പേരെ ഉണ്ടായിട്ടുള്ളൂ. ഞാൻ കണ്ടിരുന്നു ആ പരിപാടി ഇവിടെ TV-യിൽ വെച്ച് കണ്ടപ്പോൾ. ആ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ 6 പേരേ ഉള്ളൂ ചാക്യാർ കൂത്ത് കാണാൻ. മിമിക്രി കാണാൻ ഇഷ്ടം പോലെ ആളുണ്ട്. മിമിക്രിയേക്കാൾ ഗംഭീര സാധനം ചാക്യാറാണ്. കാരണം എന്തുകൊണ്ടാണ്, സ്റ്റാൻഡപ്പ് കോമഡീൻ്റെ തുടങ്ങിയ സാധനം ചാക്യാറാണ്. പക്ഷെ അത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ്. കാരണം പുരാണമാണ് പറയുന്നത് എന്നുള്ളൊരു ഇതിലാണ്. പുരാണം വേണ്ടാന്നേ, പുരാണം പറയണ്ട, അല്ലെങ്കിൽ അമ്പലത്തിൽ മാത്രം ചെയ്ത് കൊണ്ടുപോകണ്ട എന്നുള്ളതാണ് ഞാൻ മാറ്റിയത് ഇതിൻ്റെ അകത്തേക്ക് എൻ്റെതായ രീതി. എന്താണ് കഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുരാണങ്ങളിൽ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പുരാണങ്ങളിലൂടെ നമുക്ക് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. എന്നാലും കണ്ടോ, എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലാവില്ലേ. ബുൽഗാനൊക്കെ വെച്ചിട്ട് വന്നേക്കുക. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പഴയ കാലത്ത് വിഭീഷണൻ അല്ലേ, വിഭീഷണനെ അറിയോ? വിഭീഷണനെ അറിയോ? വല്ല പിടിയുണ്ടോ? വിഭീഷണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരമശിവാദികള് വായൊക്കെ തുറന്നു വെച്ചിരിക്കുക, ഈച്ച കയറും, വായ അടച്ചു നോക്കുക. അപ്പൊ വിഭീഷണൻ എന്ന് പറയുന്ന ആളുണ്ട്. വിഭീഷണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമശിവാദികളുണ്ടല്ലോ. നമ്മുടെ പരമശിവൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഭക്ഷണത്തിനായിട്ട് വന്നാണ്, അല്ലാതെ വേറെ ഒരു പരിപാടിയില്ല. ചുവന്ന് തൊടുത്തിരിക്കാണല്ലോ, മുടിയൊക്കെ അതിന്റെ കളറിന്റെ ഭാഗത്തങ്ങോട്ട് പോയി. നമസ്കാരമുണ്ട്. ഇത് ഓണപരിപാടിയാന്ന് പറഞ്ഞിട്ട് വന്നു തന്നെയാണോ? അല്ല, ഇനിയിപ്പോ അങ്ങനെ അല്ലാന്നുണ്ടോന്ന് അറിയില്ല. അങ്ങനെ വന്നാ. ഇന്ന് UAE-ൽ സനീഷ് ചാക്യാർ കൂത്ത് അവതരിപ്പിക്കാത്ത വേദി ഉണ്ടാകില്ല എന്ന് തന്നെ പറയാം. ചുറ്റും നടക്കുന്ന സംഭവങ്ങളെ നർമ്മത്തിന്റെ മേമ്പൊടി ചേർത്ത് അവതരിപ്പിച്ച് പുതുതലമുറയിലേക്ക് വരെ ചാക്യാർ കൂത്തിന്റെ വിസ്മയ ലോകം തുറന്നിടുന്നുണ്ട് ഈ കണ്ണൂരുകാരൻ. നമ്മളിപ്പം സംസാരിക്കുന്ന ആ സാധനം, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ ആ സ്ഥലത്തെ പറ്റിയാണ് പറയുക. ഇപ്പം ഞാനിപ്പോൾ പയ്യന്നൂരിൻ്റെ സൗഹൃദവേദിൻ്റെ ഒരു പരിപാടിക്ക് പോവാണ്, ആ പയ്യന്നൂരിനെ പറ്റിയാണ് പറയുന്നുണ്ടെങ്കിൽ അവിടെയുള്ള ഓരോരുത്തർക്കും അത് മനസ്സിലാവും. ഇപ്പം ഞാൻ ചെറുകുന്നിനെ പറ്റി പറയുന്നത് അവർക്ക് മനസ്സിലാവും. ഇപ്പം ചില അസോസിയേഷൻ ആൾക്കാർ തന്നെ എൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് പറയും, നമ്മളെ അസോസിയേഷനിലുള്ള പ്രസിഡൻറ്റിനെ ഒന്ന് ചാമ്പണേ എന്ന് പറയും. ഇവർ ആദ്യമേ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, നമ്മളെ പ്രസിഡൻറ്റ് ആൾ അത്ര ഇതല്ല, പുള്ളീനെ ഒന്ന് ശരിയാക്കി തരണം എന്ന് പറയും. ഇത് പറയുന്ന സെക്രട്ടറി ആയിരിക്കും. സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ നല്ല അടിയായിരിക്കും. അത് എൻ്റെ തലയിലെ കൊണ്ടിടുക. ഇത് ഞാനാണെ പറയും ചെയ്യും ചിലപ്പോൾ. കാരണം ഈ പ്രസിഡന്റ് സെക്രട്ടറി എന്നോട് നല്ല രീതിയിലായിരിക്കും. ഞാൻ പറയും, അതെല്ലാം കഴിയും, എല്ലാം ഉണ്ടാവും. ഞാൻ ചില സംഭവങ്ങൾ പറഞ്ഞിട്ട് കുറേ കഴിഞ്ഞിട്ട് എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട് ആരും പറഞ്ഞാൽ മതി. അതായത് ഞാനിത് കോമൺ ആയിട്ട് പറയും, നമുക്കിപ്പോൾ ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്, ഇവർക്ക് വേറെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ കാണും കേട്ടോ എന്ന് വെറുതെ ഇങ്ങനെ പറയുമല്ലോ. അപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ആരാ പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞതല്ല, ഞാനതങ്ങനെ ഒരു കോമൺ ആയിട്ട് പറഞ്ഞ, എല്ലായിടത്തും അങ്ങനെയാണല്ലോ, നമുക്കെന്നാ അങ്ങനെ പറഞ്ഞുണ്ട്. കാരണം ഇത് അവരിലുണ്ട്. ഓരോ പരിപാടികളിലും കാണികൾക്കൊപ്പം അവരിൽ ഒരാളായി മാറാനുള്ള സനീഷിന്റെ കഴിവ് തന്നെയാണ് കഴിഞ്ഞ 21 വർഷത്തോളമായി ഈ പ്രവാസ ലോകത്ത് സനീഷിന് ലഭിക്കുന്ന പ്രോത്സാഹനത്തിന്റെ പ്രധാന കാരണവും. പക്ഷേ
വിളിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തും മുൻപ് സ്ഥിരമായി ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഞാൻ 21 വർഷമായിട്ട് ഇവിടെ ഗൾഫിലുണ്ട്. 21 വർഷമായിട്ട് ഞാൻ ഇവിടെ ചാക്യാർ ചെയ്യുന്നുണ്ട്. ഈ 21 വർഷമായിട്ടും ഞാൻ ചാക്യാർ ചെയ്യുന്ന സമയത്ത് എനിക്ക് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് എനിക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും പൊതുവേ പറയുന്നൊരു സാധനമാണ്, ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പേടി ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഒരു സാധനം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പൊതുവേ സ്റ്റേജിലും ഓഡിയൻസുമായിട്ടുള്ളൊരു വേർതിരിവ് കാണാണ്ടാണ് ഞാൻ പരിപാടി ചെയ്യുന്നത്. മീൻസ് ഞാൻ ഈ ഓഡിയൻസിൻ്റെ കൂടെ ഉണ്ടാവുക, സ്റ്റേജ് കാലിയായിരിക്കും ഞാൻ ഉണ്ടാവുമ്പോൾ. ഞാൻ അവരുടെ കൂടെ നിന്നിട്ട്, നമ്മൾ വീട്ടിൻ്റെ അടുത്തൊക്കെ ഒരാൾ, നമ്മളെ വീട്ടിലൊരു ഫംഗ്ഷൻ, ആ ഫംഗ്ഷന് നമ്മളെങ്ങനെ പങ്കെടുക്കും, അപ്പം നമ്മളാണെങ്കിൽ എങ്ങനെ പങ്കെടുക്കും, അതുപോലെയാണ് ഞാൻ ഈ ഷോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേകം തയ്യാറെടുപ്പുകൾ ഉണ്ടാവാറില്ല. കാരണം ഇപ്പം ഞാൻ അവിടെ പോകുന്ന സമയത്ത്, അവിടെ ഇപ്പോൾ അരുണാണ് അവിടെ ഉള്ളതെങ്കിൽ ഞാൻ അരുണിൻ്റെ അടുത്ത് വന്നിട്ടാണ് ചോദിക്കുക, എന്താ വിശേഷം, എങ്ങനെയുണ്ട്, കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു ചോദിക്കുമ്പോൾ അരുണിൻ്റെതായൊരു സംഭവം പറയാനുണ്ടാവും. ഇത് ഓരോ വേദികളിലും ഓരോ ആളുകൾക്കും വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ അവരെ ആണ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഭയങ്കര പ്രിപ്പയർ ചെയ്ത് പോകേണ്ട ഒരു സാധനം ഉണ്ടാവില്ല. ഞാൻ ഇത് പഠിച്ചിട്ട് ഇങ്ങനെ ശരിയാക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ ഇത് സെറ്റാക്കിയിട്ട് പോകണം, അങ്ങനെ ഞാൻ ചെയ്യാറില്ല. പൊതുവേ ഒരു പരിപാടി വന്നു കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് ഷോ വന്നു കഴിഞ്ഞാൽ, അവതരണമാണ് വരുന്നതെങ്കിൽ, ചാക്യാർ വരുന്നുണ്ടെങ്കിൽ, ഞാൻ ആ കമ്മിറ്റിയിലുള്ള ഒരു മീറ്റിങ്ങിന് പങ്കെടുക്കും. അവരുടെ കമ്മിറ്റി നടക്കുന്ന ഏതെങ്കിലും ഒരു മീറ്റിങ്ങിനോ, അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ആ കമ്മിറ്റിയിലുള്ള ഒരു 3-4 ആളായിട്ട് ഞാനൊന്ന് സംസാരിക്കും വെറുതെ. കാരണം എനിക്ക് അവരുടെ ബോണ്ടിങ് മനസ്സിലാവും, എത്രത്തോളമാണ് അവർ തമ്മിൽ, എത്രത്തോളം ഇതുണ്ട്, അല്ലെങ്കിൽ ഈ കമ്മിറ്റി എങ്ങനെയാണ്, എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരുപാട് അതിനെപ്പറ്റി പഠനം നടത്താനൊന്നും പോവില്ല. തൻ്റെതായ ശൈലിയിൽ അവതരിപ്പിക്കാറുണ്ടെങ്കിലും സാമ്പ്രദായിക രീതികളിൽ നിന്ന് പൂർണ്ണമായുള്ള മാറി നടത്തമല്ല സനീഷ് നടത്തുന്നത്. പുതിയ കാലത്തിനനുസരിച്ച് ഏതൊരു കലാരൂപവും മാറിയേ പറ്റൂ എന്ന പൂർണ്ണ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചെറിയ മാറ്റങ്ങളാണ് വരുത്താറുള്ളത്. ക്ഷേത്രങ്ങളുടെ മതിൽക്കെട്ടിനകത്ത് മാത്രം ഒതുങ്ങേണ്ട കലാരൂപമല്ല ഇതെന്ന് സനീഷ് പറയുന്നു. പുതിയ കാലത്ത് വെല്ലുവിളികൾ ഏറെയാണെന്നും പറയുന്നുണ്ട് സനീഷ്. വിമർശനങ്ങളെ അംഗീകരിക്കാൻ ആളുകൾക്കുള്ള ക്ഷമ നഷ്ടപ്പെട്ടുവെന്നാണ് തൻ്റെ ഇതുവരെയുള്ള അനുഭവം. ചാക്യാർ ഇപ്പോഴും നമ്മുടെ മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇതൊരു അമ്പലത്തിലേക്ക് മാത്രമുള്ളൊരു കലയാണ്. ശരിക്കും അങ്ങനെ കാണേണ്ട ഒരു സാധനമല്ല. ഇപ്പോൾ കഥകളിയെ നമ്മൾ ഘോഷയാത്രയിൽ വെക്കുന്നത്, ശരിക്കും ഘോഷയാത്രയിലൊക്കെ കഥകളിയെ വെക്കുന്നതാണ്. അതുപോലെ ചാക്യാർ അങ്ങനെ വെക്കാറില്ല. കാരണം പ്രധാനമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ചാക്യാർ കോസ്റ്റ്യൂം അങ്ങനെ ഭയങ്കര സംഭവമായിട്ടുള്ളതൊന്നുമില്ല. ഇങ്ങനെ കഥകളി പോലെ വരച്ച് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സംഭവമല്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ ആളുകൾ ചാക്യാർ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഈ കളിയാക്കൽ അത്ര ഇഷ്ടമല്ല ആളുകൾക്ക്. ഇപ്പോൾ പഴയ പോലെയല്ല, പണ്ട് അതത്ര രസിച്ചിരുന്നെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ രാജകൊട്ടാരത്തിൽ നിന്ന് ചോദിച്ച പോലെ, എനിക്കും കൊട്ടാരത്തിലാണോ ഭക്ഷണം എന്ന് പശുവിനോട് ചോദിച്ച പോലെ, അത് രാജാവിനുള്ളൊരു സിഗ്നലായിട്ട് കൊടുക്കാൻ പറ്റിയ പോലെ നമുക്കിപ്പോൾ എല്ലാവരെയും കയറി കളിയാക്കാനും പറ്റില്ല. കാരണം പ്രത്യേകിച്ച് വിമർശനങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് തോന്നുന്നൊരു 5 കൊല്ലം മുമ്പ് ഉള്ള കാലാവസ്ഥയല്ല ഇപ്പോൾ. 5 കൊല്ലം മുമ്പ് വരെ എനിക്ക് തന്നെ ഓർമ്മയുള്ള ഇതുണ്ടല്ലോ, ഞാനൊരു 10 കൊല്ലം മുമ്പ് കളിച്ച ചാക്യാരും ഇപ്പോഴത്തെ ചാക്യാരും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എനിക്ക് തന്നെ മനസ്സിലാവും. 10 കൊല്ലം മുമ്പുള്ള ചാക്യാർ എനിക്ക് എങ്ങനെ വേണമെങ്കിലും കളിയാക്കാൻ പറ്റുന്നൊരു ഓഡിയൻസ് ആയിരുന്നു. അതായത് എങ്ങനെയും എന്ത് പറഞ്ഞാലും ചിരിക്കാൻ പറ്റുന്നൊരു ഓഡിയൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. എന്താ ഈ റണ്ടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ മിഴാവടിക്കണ സംഭവം അത്. നമ്മൾ ഗൾഫിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കയ്യിൽ നിന്ന് കാശൊക്കെ മുടക്കില്ല, കടമൊക്കെ എടുത്തിട്ട് എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി പോരും. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞെന്താ ഓർമ്മയുണ്ടോ, 8-9 കുറക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പം എന്ത് വേണം, അപ്പുറത്തുനിന്ന് കടകളൊന്നും, അന്ന് തുടങ്ങിയ കടകൾ ഇപ്പം ഇന്നും തീർന്നിട്ടില്ല. പ്രവാസികളും അതുപോലെ തന്നെ അവിടെ നിന്ന് എടുക്കണ കടമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ കിട്ടുമല്ലേ കടം. ആ കടം എടുക്കും, ഈ കടം എടുക്കും, അവസാനം കടം തന്നെ കടമല്ലേ. അങ്ങനെയല്ലേ അവിടെ ചിരിക്കണുണ്ടോ? എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെയും കടം ഇവിടെയും കടം. ഇനിയിപ്പോൾ ഇതിപ്പോൾ ഇവിടെ നിന്നുള്ള കടം വിടാൻ ഇനിയിപ്പോൾ വേറെ വല്ലയിടത്തും പോകണമെന്നുള്ള അവസ്ഥയല്ല ഇപ്പം നിൽക്കണേ അല്ലേ. അതാ അതിൻ്റെ ഒരു കാര്യം തന്നെ. അവിടെ വീട് വിറ്റിട്ട് എങ്ങനെയും കയറി ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇവിടുന്ന് പിന്നെ പൈസ അയച്ചിട്ട് അവിടെ ഒരു വീടെടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആലോചിക്കണം എന്തിനാ വന്നേന്നില്ലേ. പുതുതലമുറയിലേക്ക് കൂടുതൽ ഈ കലാരൂപം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇന്ന് സനീഷ്. കൂടുതൽ ആനുകാലിക പ്രസക്തമായ വിഷയങ്ങൾ ചാക്യാർ കൂത്തായി അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് ഇന്ന് ഈ കലാകാരൻ.
അപ്പൊ ഈ കേട്ടതൊക്കെയാണ് എന്റെ കഥ. ഈ കഥ ഇതിലും കൂട്ടിയിട്ട് പറയണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഈ ഓണത്തിന് നമുക്ക് പലയിടങ്ങളിലും കണ്ടുകൂട്ടാം. അങ്ങനെ അപ്പൊ എങ്ങനെ അത് ഇപ്പൊ തൽക്കാലത്തേക്ക് ചാക്യാരെങ്കിലും എങ്ങനെ അത് മാത്രല്ല കേട്ടോ, അവിടെ അരുൺ പാറാട്ടിനും അവിടെ ക്യാമറാമാൻ ശരത്തിനും ഒപ്പം നമ്മളെ ചാക്യ ആരാധികളെ കൂടി എങ്ങനെ അത് സഞ്ചാരികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പ്രദേശമാണ് ഒമാനിലെ സലാല. ഇവിടെയുള്ള ഐൻ അദ്ഹബീദ് കാണേണ്ട കാഴ്ചയാണ്. ഒമാനിലെ സലാലയിലേക്ക് മഴയും മൂടൽമഞ്ഞും ആസ്വദിക്കാൻ ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് എത്തുന്നത്. ഖരീഫ് സീസണിൽ സലാലയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന നിരവധി കാഴ്ചകളുണ്ട്. സെപ്റ്റംബർ 21 വരെ നീളുന്ന ഖരീഫ് മഴക്കാലത്തിന് ജൂൺ 21-നാണ് തുടക്കമായത്. ഈ വർഷത്തെ ഖരീഫ് സീസണിൽ കൂടുതൽ സന്ദർശകരെ ആകർഷിക്കുന്നതിനായി പുതിയ പരിപാടികളും നവീകരിച്ച സൗകര്യങ്ങളുമാണ് അധികൃതർ ഒരുക്കിയിരിക്കുന്നത്. സലാലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ വാദി ദർബത്ത്, മുഗസൈൽ ബീച്ച്, ഷാദ് വ്യൂ പോയിന്റ്, എയിൻ റസാത്ത്, എയിൻ അമറൻ, ഇത്തിൻ ഫെസ്റ്റിവൽ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഇപ്പോഴും ടൂറിസ്റ്റുകളുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഴ കുറവായതിനാൽ പ്രധാന വെള്ളച്ചാട്ടങ്ങളായ വാദി ദർബാത്ത്, ഐൻ അത്തൂം പോലെയുള്ള വെള്ളച്ചാട്ടങ്ങൾ ഒന്നും സജീവമല്ല എങ്കിലും സലാലയുടെ ഉൾപ്രദേശങ്ങളിലൂടെ കുറച്ച് നടക്കാൻ തയ്യാറാണെങ്കിൽ ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായ പല കുഞ്ഞു വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സാധിക്കും. അധികം ആരും പോകാത്ത ഒരു വെള്ളച്ചാട്ടത്തിനരികിലേക്കാണ് ഇന്നത്തെ യാത്ര. അങ്ങനെയുള്ള അതിമനോഹരമായൊരു വെള്ളച്ചാട്ടമാണ് ഐൻ അദ്ബീദ്. ഈ ഖരീഫിന് സലാലയിൽ മഴ കുറവാണെങ്കിലും സലാലയിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിന് യാതൊരു കുറവില്ല. സലാലയുടെ മലയോര പ്രദേശങ്ങളെല്ലാം തന്നെ പച്ചയണിഞ്ഞ് മനോഹരമായിരിക്കുന്നുണ്ട്. മഴ കുറവായതുകൊണ്ട് തന്നെ സലാലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളൊന്നും സജീവമല്ലെങ്കിലും സലാലയുടെ ഉൾപ്രദേശങ്ങളിൽ സഞ്ചരിച്ചാൽ നമുക്ക് വ്യത്യസ്തങ്ങളായ മനോഹരമായ പല വെള്ളച്ചാട്ടങ്ങളും കാണാൻ കഴിയും. എല്ലാ വീക്കെൻഡിലും സലാലയുടെ ഉൾപ്രദേശങ്ങളിലേക്ക് ഗ്രൂപ്പായിട്ട് പോകുന്നവരാണ് നമ്മൾ. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു അടിപൊളി നീന്തി കുളിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടിലേക്കാണ്. സലാലയുടെ ഉൾപ്രദേശങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഇത്തരത്തിലുള്ള അനേക മനോഹരമായ സ്ഥലങ്ങളുണ്ട്. മഞ്ഞിൽ പൊതിഞ്ഞ് കണ്ണെത്താ ദൂരം നീണ്ടുകിടക്കുന്ന പച്ചവിരിച്ച പുൽമേടുകളും പുൽമേടുകളിൽ അങ്ങിങ്ങായി മേഞ്ഞു നടക്കുന്ന പശുക്കളും ചെറിയ ചാറ്റൽ മഴയിൽ പുൽത്തകിടുകൾക്ക് മുകളിൽ മുത്തുപോലെ തോന്നിപ്പിക്കുന്ന വെള്ളത്തുള്ളികളും. ഇവിടേക്ക് പോകുന്ന വഴികളിലെ കാഴ്ചകൾ ഏതൊരു സഞ്ചാരിയുടെയും മനം മയക്കും. യാത്രികന്റെ മനസ്സിന് കുളിരേകുന്ന ഈ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നാൽ മനോഹരമായ അരുവികളുടെ അടുത്തെത്താം. സലാലയിൽ നിന്നും 35 കിലോമീറ്റർ ഐൻ സഹൽനുത്ത് വഴി സഞ്ചരിച്ച് വാദി ഐനു താഴെയായിട്ടാണ് ഈ കുഞ്ഞു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ചെറിയ കാട്ടിലൂടെ വളരെ ശാന്തമായി ഒഴുകുന്ന അതിമനോഹരമായ കാട്ടരുവി, അതാണ് ഐൻ അദ്ഹബീദ്. അതുപോലെ സലാലയിൽ നിന്നും ഏകദേശം 30 മുതൽ 40 കിലോമീറ്റർ റെയ്സൂത്ത് വഴി സഞ്ചരിച്ച് 3 കിലോമീറ്റർ ഹൈക്ക് ചെയ്ത് ടൂറിസ്റ്റുകളുടെ ഇഷ്ട ഹൈക്ക് സ്പോട്ടായ ഐൻ ഗൈദിന് തൊട്ടു താഴെയായിട്ടും മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കാണാം. സലാലയിൽ നിന്ന് ഏകദേശം 35-40 കിലോമീറ്ററോളം റെയ്സൂത്ത് വഴി യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റുന്നത്. ഐൻ ഗൈദിൻ്റെ താഴെയായിട്ടാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. സഞ്ചാരികളുടെ മെയ്യും മനസ്സും കുളിരുവോളം വെള്ളത്തിൽ നീന്തി തുടിക്കാനും ഇവിടെ എത്തിയാൽ സാധിക്കും. ഇനി കുവൈറ്റിലേക്കാണ് യാത്ര. കുവൈറ്റിലുള്ള മത്സ്യവിപണി ലോക ശ്രദ്ധയെ ആകർഷിക്കുന്നതാണ്. ആ കാഴ്ചകളിലേക്ക്. കടലുമായി ഏറെ ബന്ധമുള്ള സാമൂഹിക ജീവിതം നിലനിന്നിരുന്ന പ്രദേശമാണ് കുവൈറ്റ്. ഓയിലിനെ കണ്ടുപിടുത്തതിന് മുൻപ്
മുത്തുവാരൽ ഉൾപ്പെടെ കടലിനെ ആശ്രയിച്ചുള്ള സമ്പദ് വ്യവസ്ഥയാണ് കുവൈറ്റിനെ നിലനിർത്തിയിരുന്നത്. നാമമാത്രമായിട്ടാണെങ്കിലും ഇന്നും പൈതൃകം നിലനിർത്തുന്ന രീതിയിൽ ഇതെല്ലാം തുടരുന്നുണ്ട് ഈ ജനത എന്നതും എടുത്തു പറയേണ്ടതാണ്. കടലുമായുള്ള ബന്ധം കൊണ്ട് തന്നെ കുവൈറ്റിലെ മത്സ്യവിപണിയും വളരെ പ്രസിദ്ധമാണ്. പുതിയ കാലഘട്ടത്തിലെ ലോകോത്തര നിലവാരം പുലർത്തുന്ന മത്സ്യ മാർക്കറ്റുകൾ കുവൈറ്റിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് തന്നെയാണ്. കുവൈറ്റിലെത്തുന്ന സന്ദർശകരെ അടക്കം അത്ഭുതപ്പെടുത്തുന്നവയാണ് ഇവിടെയുള്ള മാർക്കറ്റുകൾ എന്നതാണ് പ്രധാന പ്രത്യേകത. ഫഹാഹിൽ മേഖലകളിലെ മത്സ്യ മാർക്കറ്റുകളാണ് ഇതിലേറ്റവും പ്രധാനം. ഇവിടങ്ങളിൽ കടലിൽ നിന്ന് നേരിട്ട് ബോട്ടുകളെത്തി മത്സ്യം പൊതുജനത്തിന് ലേലത്തിൽ പിടിക്കാനുള്ള അവസരം ഉൾപ്പെടെ ലഭിക്കുന്നുണ്ട്. കൂടാതെ വളരെ വൃത്തിയോടെ മത്സ്യം വിൽപ്പനയ്ക്ക് വയ്ക്കുന്ന സ്റ്റാളുകൾ ഒന്ന് കാണേണ്ടത് തന്നെയാണ്. 1998 തുറന്ന സൂക്ക് ഷാർക്ക് വാട്ടർഫ്രണ്ട് മാർക്കറ്റ് 2,82,000 ചതുരശ്ര മീറ്റർ വിസ്താരമുള്ള വലിയ വ്യാപാര സാംസ്കാരിക കേന്ദ്രമാണ്. സിനിമ, കഫേ ഷോപ്പുകൾ, മറീന തുടങ്ങിയവയ്ക്കൊപ്പം കുവൈറ്റിലെ ഏറ്റവും വലിയ മത്സ്യ മാർക്കറ്റുകളിൽ ഒന്നും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പുലർച്ചെ 5 മണി മുതൽ അർദ്ധരാത്രി വരെ തുറന്നിരിക്കുന്ന വിപണിയിൽ എല്ലാത്തരം മത്സ്യങ്ങളുടെയും നിരവധി സ്റ്റാളുകളാണ് പ്രവർത്തിക്കുന്നത്. ഗൾഫ് റോഡരികിലെ കുവൈറ്റ് സെൻട്രൽ ഫിഷ് മാർക്കറ്റ് തലമുറകളായി നാട്ടുകാരുടെയും സന്ദർശകരുടെയും പ്രിയപ്പെട്ട മത്സ്യവിപണന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 2005 ആരംഭിച്ച ഫഹാഫിൽ ഫിഷ് മാർക്കറ്റ് ഉൾപ്പെടുന്ന 42,000 ചതുരശ്ര മീറ്ററിൽ വിശാലമായി വ്യാപിച്ചു കിടക്കുന്ന ഫ്രഷ് ഫിഷ്, മീറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, സിനിമ ഹാളുകൾ അടക്കം ഉൾപ്പെടുന്ന റിക്രിയേഷണൽ സ്പേസ് ഉൾപ്പെടെ കുവൈറ്റിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. ഭൂരിഭാഗവും വിദേശികളാണ് ഇവിടെയുള്ള തൊഴിലാളികൾ. ഒരു മത്സ്യ മാർക്കറ്റ് എങ്ങനെ വൃത്തിയായി മികച്ച വ്യാപാര കേന്ദ്രങ്ങളാക്കാമെന്നതിന് ലോകത്തിന് തന്നെ മാതൃകയായി എടുത്തു കാട്ടാവുന്ന മത്സ്യ മാർക്കറ്റുകളാണ് കുവൈറ്റിലേത് എന്ന് നിസ്സംശയം പറയാം. അത്രയും വൃത്തിയോടെയാണ് മാർക്കറ്റുകൾ പരിപാലിച്ചു പോരുന്നത്. കടൽ ഭക്ഷ്യമേഖലയുടെ മൊത്തം വാർഷിക വരുമാനം 2025 ഏകദേശം $1.30 ബില്യൺ ആണ്. അതായത് 4 കോടി കുവൈറ്റ് ദിനാർ. യൂറോപ്പ്, മിഡിൽ ഈസ്റ്റിലെ മറ്റ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്ക് കുവൈറ്റിൽ നിന്നും മത്സ്യവും അനുബന്ധ ഉൽപ്പന്നങ്ങളും കയറ്റുമതി ചെയ്തു വരുന്നുണ്ട്. കടൽ വിഭവങ്ങളുടെ ദീർഘകാല സംരക്ഷണത്തിനായി പുതിയ ശാസ്ത്രീയ പഠനങ്ങൾക്കും രാജ്യം അടുത്തിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. സമ്പത്ത് മാത്രമല്ല, സമുദ്രം ഒരു ഉത്തരവാദിത്തം കൂടിയാണെന്ന ആശയത്തിലാണ് സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നത്. അറബി ദിസ് വീക്കിന് ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറബിൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറബി ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.